ഏറ്റവും അത്യാവശ്യമായത് സമാധാനത്തിന്റെ സുവിശേഷമാണെന്നും അത് പ്രഘോഷിക്കുവാനും പങ്കുവയ്ക്കാനുമുള്ള ഉത്തരവാദിത്തമാണ് ഓരോ ക്രിസ്ത്യാനിക്കുള്ളതെന്നും ഓർമ്മിപ്പിച്ച് ഫ്രാൻസിസ് പാപ്പ. ലോക സമാധാനത്തിനായി ഇറ്റലിയിൽ നടക്കുന്ന പ്രാർത്ഥനാ സമ്മേളനത്തിന്റെ സംഘാടകരായ നെസ്രത്ത് സമൂഹ അംഗങ്ങൾക്ക് നൽകിയ സന്ദേശത്തിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത്. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവരായ സഹോദരങ്ങളെ സഹായിക്കുന്ന സംഘടനയാണ് നെസ്രത്ത് സമൂഹം. ലോക സമാധാനത്തിനു വേണ്ടിയും ക്രൈസ്തവ മതപീഡനം ഇല്ലാതാക്കുന്നതിനുമായി വിവിധ സ്ഥലങ്ങളിൽ സമൂഹം പ്രാർത്ഥനകൾ നടത്താറുണ്ട്. ആഗോള കത്തോലിക്ക സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ ദിനമായ ദൈവമാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ദിനത്തിൽ ഫ്രാൻസിൽ ഒരുക്കിയത് കനത്ത സുരക്ഷ. രാജ്യത്ത് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന ദിവസമായതിനാൽ വിശ്വാസപരമായ കൂട്ടായ്മകൾക്കും ദേവാലയങ്ങൾക്കും നേരെ തീവ്രവാദ ഭീഷണി ഉയരുന്ന പശ്ചാത്തലത്തിൽ ഫ്രഞ്ച് സർക്കാർ തീവ്ര ജാഗ്രതാ നിർദ്ദേശം നൽകി. ഫ്രഞ്ച് ആഭ്യന്തരമന്ത്രി ജെറാൾഡ് ഡെർമാനിനാണ് നേരത്തെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. ലൂർദ് തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഉൾപ്പെടെ രാജ്യത്ത് വൻ തീർത്ഥാടന പ്രവാഹമാണ്. ഫ്രാൻസിലെ ആകെ ജനസംഖ്യയുടെ 3/5 ആളുകളും കത്തോലിക്ക വിശ്വാസികളാണ്. സത്യദൈവത്തെക്കുറിച്ചുള്ള വലിയ ചോദ്യവും ഉള്ളിലൊതുക്കി നീണ്ട അന്വേഷണങ്ങൾക്ക് ശേഷം ഇസ്ലാം മതം ഉപേക്ഷിച്ച് യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച മുസ്ലിങ്ങളുടെ സാക്ഷ്യ പരമ്പരയായ സോൾസ് ആൻഡ് ദ സ്റ്റോറീസിൽ വിവരിച്ചിരിക്കുന്ന ഐഷ എന്ന ജോർദാൻ സ്വദേശിനിയുടെ ജീവിത സാക്ഷ്യം ശ്രദ്ധയാകർഷിക്കുന്നു. ദുരഭിമാനത്തിന്റെ പേരിൽ കുടുംബാംഗങ്ങൾ കൊല്ലുമോ എന്ന ഭയത്തിന്റെ പേരിൽ നിരാശയോടെ കഴിഞ്ഞിരുന്ന സമയത്ത് അപ്രത്യക്ഷമായി കേട്ട യേശു എന്ന ഒറ്റ വാക്കാണ് ഐഷയുടെ ജീവിതം മാറ്റിമറിച്ചത്. നീയല്ല, ഞാനാണ് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന ക്രിസ്തുവാക്യം അക്ഷരാർത്ഥത്തിൽ ഐഷയുടെ ജീവിതത്തിൽ അത്ഭുതമായി മാറുകയായിരുന്നു. വേളാങ്കണ്ണി ആരോഗ്യമാതാവിന്റെ തിരുനാളിന് കൊടിയുയരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സ്പെഷ്യൽ ട്രെയിനുകളുമായി ഇന്ത്യൻ റെയിൽവേ. കേരളം, ചെന്നൈ, ആന്ധ്ര, തെലുങ്കാന എന്നിവിടങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾക്ക് ഏറെ പ്രയോജനകരമായ വിധത്തിലാണ് ട്രെയിനുകൾ ഒരുക്കിയിരിക്കുന്നത്. ഓഗസ്റ്റ് 29-നാണ് വേളാങ്കണ്ണി പെരുന്നാൾ ആരംഭിക്കുക. ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഈ ദിവസങ്ങളിൽ ദേവാലയത്തിൽ എത്തിച്ചേരുക. കേരളത്തിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്ക് ഒരു ട്രെയിനാണ് ഉള്ളത്. എല്ലാ തിങ്കളാഴ്ചകളിലും ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണിക്ക് പുറപ്പെടുന്ന എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ് ട്രെയിൻ സീറോ മലബാർ സഭയുടെ തനതായ പൗരസ്ത്യ പാരമ്പര്യങ്ങൾ പുനരുദ്ധരിക്കുന്നതിലും സഭാത്മക ആധ്യാത്മികത വളർത്തിയെടുക്കുന്നതിലും അതുല്യമായ സംഭാവനകൾ നൽകാൻ ഫാദർ വർഗീസ് പാത്തിക്കുളങ്ങരയ്ക്ക് കഴിഞ്ഞുവെന്ന് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അവാർഡ് നൽകിക്കൊണ്ട് പറഞ്ഞു. സഭയുടെ തനതായ പാരമ്പര്യങ്ങൾ വീണ്ടെടുക്കുന്നതിലും കാത്തുസൂക്ഷിക്കുന്നതിലും ആരാധനാക്രമത്തെ സംബന്ധിച്ച് ദൈവജനത്തിന്റെ ഇടയിൽ അവബോധം വളർത്തിയെടുക്കുന്നതിലും അമൂല്യമായ സംഭാവനകൾ നൽകാൻ ഫാദർ വർഗീസ് പാത്തിക്കുളങ്ങരയ്ക്ക് സാധിച്ചുവെന്ന് അവാർഡ് കമ്മിറ്റി വിലയിരുത്തി.